ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ ദിവസവും കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ കിച്ചൺ റിലേറ്റഡ് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സ് പറയുന്നതാണ് വേറെ എന്തെങ്കിലും വീടിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഡെയിലി കുക്കിംഗ് അല്ലാണ്ട് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ കിച്ചണിലെ വീഡിയോസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു 15-20 മിനിറ്റൊക്കെ ആവും എന്തായാലും നമ്മുടെ വീഡിയോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുക്കിംഗ് കാണിക്കേണ്ടതെന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാമെന്ന്. അപ്പോൾ ഇക്ക പുറത്തു പോയതായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ഒന്ന് ഇറങ്ങി നിൽക്ക്, ഒരു കാര്യം ഉണ്ടെന്ന്. എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഇതാണ്. അത് കൊള്ളാം. ഞാൻ തേള് കടിച്ചതിനല്ല, കരിക്കുന്നൻ കടിച്ചതിനൊരു ഗുണമുണ്ടായി. ഇതെടുക്കാൻ മണ്ണ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കരിക്കുന്നൻ കയറിയത്. ഉറപ്പുണ്ടോ? പിന്നെ അല്ലാണ്ട് പിന്നെ എവിടുന്ന നമ്മൾ ബെഡ്റൂമിൽ പിന്നെ എവിടെ വരാനാ? ഇന്ന് മാത്രം കടിക്കുക. ഈ 2 കവർ മതി. എന്ത് സാധനം? അപ്പം അതെന്താ? അല്ല, അതല്ലേ മണ്ണ്. പിന്നെ ഇതെന്താ? ഓ, പെബിൾസ്. പെബിൾസ് അവിടെ നിന്നോട്ടെ. എന്താ പിടിച്ചാൽ സിമ്പിൾ. ഞാൻ ഇപ്പം ഇനി ഫോൺ ആരെ പിടിക്കും? നിങ്ങൾ നമ്മൾ എന്താ കൂടെ പിടിക്കാവാ? ഞാൻ പിടിച്ചില്ല. എവിടുക്കാ? ഇവിടെ. ഏത് സിനിമയില്ല? ഫ്രണ്ട്സ്. ഇന്നാളാരോ പറഞ്ഞു നിങ്ങളെന്ത് സിനിമ പേരൊക്കെ പറഞ്ഞു കളിക്കണം. അറിയില്ല, നമുക്ക് അറിയില്ല, അത് പറയാൻ പറ്റില്ലല്ലോ. എന്താ? ഓ, നീ കൃഷി തുടങ്ങാൻ പോവാ? ഇതൊക്കെ ഇപ്പം എനിക്കുള്ള പണിയല്ലേ? വലിയ കാര്യത്തിൽ അവിടെ ഉണ്ടാക്കാം. സ്ഥലം കാണാൻ, ഫാമിങ്ങിന്, കൃഷിക്ക് സ്ഥലം കാണും. നമ്മളെ ഈ കോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ, കോബിൾ സ്റ്റോണ്, അത് അത്ര രസമൊന്നുമില്ല കേട്ടോ. അത് ഇനിയിപ്പോൾ ആരും വെക്കണ്ട. കോബിൾ സ്റ്റോണിനേക്കാൾ നല്ലത് നമ്മളെ ഈ നാച്ചുറൽ സ്റ്റോണാണ്. ഇത് കണ്ടതിൻ്റെ വൃത്തികേട് പൊട്ടി പോണ്. ഈ കോബിൾ സ്റ്റോണിൻ്റെ പ്രശ്നം എങ്ങനെയാണെന്ന് അന്നേ എന്നോട് വ്യൂവേഴ്സ് പറഞ്ഞതാണ്. കണ്ടോ, ഒരു ഫിനിഷിംഗ് ഇല്ല, എത്ര കഴുകിയാലും ഒരു ഫിനിഷിംഗ് ഇല്ല. അപ്പോൾ വെക്കാണ്ടിരിക്കാൻ നല്ലത്. ഇതിങ്ങനെ ദൂരം നിന്ന് കാണുമ്പോൾ രസമുണ്ട്, ഒരു ലുക്കുണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ നാച്ചുറൽ സ്റ്റോൺ മാത്രം മതിയായിരുന്നു എന്നാണ്. എന്താ ഈ 2 കട്ടതാ, ഇത് നമ്മൾ കഴുകിയതാ. 2 അല്ല 3 എണ്ണം തേച്ച് കഴുകിയതാ. ബാക്കിയിലേക്ക് ചളിയാണ്. ചളി പോയാൽ നല്ല അടിപൊളിയായി കിടക്കുമായിരുന്നു. എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയണമല്ലോ, ഇനി ആർക്കും അബദ്ധം പറ്റരുത്. കോബിൾ സ്റ്റോൺ നോട്ട് ചെയ്തോളൂ. കോബിൾ സ്റ്റോൺ ലാൻഡ്സ്കേപ്പിങ്ങിന് പറ്റിയ സംഭവമല്ല. അകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും. കണ്ടതിനൊക്കെ കോലം കണ്ട. ഇത് കഴുകാനിട്ടൊന്നുമല്ല, അത് ഫുള്ള് വെള്ളം നനഞ്ഞിട്ട് മഴ നനഞ്ഞിട്ട് ഇതാണ്. ദൂരം നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, അടുത്തുനിന്ന് വരുമ്പോഴാണ് പ്രശ്നം. ഫുള്ള് ഒരു പെർഫെക്ഷനില്ല. അടുത്തൊരു സാധനം കാണിച്ചു കേട്ടോ, കോബിൾ സ്റ്റോണിൻ്റെ. കണ്ടോ, ഈ മൊത്തത് കട്ടങ്ങനെ പോരുന്നു. എന്താ എനിക്കറിയില്ല, ഇങ്ങനെ എത്ര പോരും സ്ഥലത്തു നിന്ന് പോകുന്നറിയോ? ഇവിടെ കിടക്കണം അടുത്ത കട്ടകൾ. ഇതൊക്കെ ഇതിൻ്റെ ഓരോ പീസുകളാണ്. ഞാനിവിടെ ക്ലീൻ ആക്കിയതാണേ. ഇത് എടുക്കിടാനാ? അപ്പോൾ ഇടാൻ പറ്റില്ല. ഞാൻ ഇട്ടോളാം, ഞാൻ ആക്കി തരാം, ഞാനത് കാണിച്ചെടുക്കാം. അപ്പോൾ ഈ വാങ്ങിച്ച പെബിൾസിന് 1500 രൂപയാണ് കേട്ടോ. 1500 രൂപയ്ക്ക് ഇതാ ഇവിടെ മുഴുവനായിട്ട് പോലും ആയില്ല പെബിൾസ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയതായിരുന്നു പറഞ്ഞത്, കിട്ടിയപ്പോൾ ഇതാണ് വന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ വെള്ളം തെറിച്ചിട്ടേ ആ ചെളി മുഴുവനും ഈ
എന്താണ് ഈ ടൈലുമൊക്കെ വീഴുവാണ്. ഇത് മാറ്റ് ഫിനിഷ് ടൈലായതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചളി പിടിച്ച് കിടക്കണം. തുടച്ചില്ലെങ്കിൽ അപ്പം ചളിയാവുന്നത്. തുടച്ചാൽ നല്ല വൃത്തിയിലും കിടക്കും. ഇതിപ്പോൾ മഴ പെയ്ത ശേഷം പെബിൾസ് ഇട്ടതിന് ശേഷമുള്ള സീനാട്ടോ. ഇപ്പോൾ കണ്ടോ ചളി തെറിക്കുന്നില്ല പെബിൾസ് ഇട്ടുകൊണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ തന്നെ ഞാൻ തലേ ദിവസം രാത്രി കൂട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ചിക്കൻ എടുത്തിട്ട് ഒന്ന് വരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ മീൻ കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇന്നത്തെ ദോശയുടെ കൂട്ടാൻ കേട്ടോ. വേറെ കറികളൊന്നും ഉണ്ടാക്കില്ല എന്താ വെച്ചാൽ വീണ്ടും അത് ബാക്കിയാവണം. രാവിലെ കുറച്ച് കറി മതി എല്ലാവർക്കും. എന്നിട്ട് എന്താ പേരിനൊരു കറിയും കണ്ട് പിന്നെ അത് വീണ്ടും അത് ബാക്കിയായി ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ വേറെ ഉണ്ടാക്കുക. ഇത് തന്നെ പണി. പിന്നെ എനിക്കൊരു ഹെയർ ഓയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായി, ആഴ്ചകളോളമായി ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഫേഷ്യൽ ക്രീമുകൾ ഇതൊക്കെ നമുക്കത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഇത് ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു മണമാണ്. നമ്മൾ നാടൻ കാച്ചി എണ്ണയുടെ ഒരു മണമുണ്ട്. അത്രയും നല്ല പച്ചമരുന്നൊക്കെ ഇട്ടിട്ട് കാച്ചുന്നൊരു എണ്ണ ഇല്ലേ, പച്ചിലകളൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു മണമാണ് വന്നത് കേട്ടോ. പിന്നെ നമുക്കത് തേച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് തലയുടെ ഓട്ടിൽ തേച്ച് പിടിപ്പിച്ച ശേഷം 10 മിനിറ്റ് ശേഷം ഇത് കഴുകി കളയും വേണം. അധികം നേരമൊന്നും വെക്കണ്ട കേട്ടോ. ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. മുടി കൊഴിച്ചിൽ, അകാലനര, താരൻ അതിനൊക്കെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഓയിലും കൂടിയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഫീഡ്ബാക്ക്സ് ഉള്ളൊരു ഹെയർ ഓയിലും കൂടിയാണ്. ഞാനത് ഇക്കയാണ് ഇപ്പം നമുക്ക് ഇതൊന്ന് എന്താ പറയുക തേക്കാൻ വേണ്ടിയിട്ട് തന്നു തരുന്നത്. അപ്പം ഞാനും മക്കളെല്ലാവരും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കൊന്ന് തേച്ചിട്ട് വേണമല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, മുടി ഒന്ന് കാണിക്കണമല്ലോ. അപ്പോൾ നല്ല നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആഴ്ചയിൽ 2 തവണയാണ് തേക്കാനും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ, പിന്നെ അകാലനര, താരന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അവർക്കൊക്കെ പുതിയ മുടി വരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ കെയർ ഓയിലാണ് ഈ ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ ഓയിൽ കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പല ഇതുപോലത്തെ ഓയിൽസൊക്കെ തേച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ട്. അവർക്ക് വരെ നല്ല ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലും കൂടിയാണിത്. അത്രയും അവർ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. കോൾഡ് പ്രസ് ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ ഗ്രീൻ ടീ, ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ, അങ്ങനെ 14ഓളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കിയ നല്ലൊരു അടിപൊളി ഹെയർ ഓയിലാണ് ഈ ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ കേട്ടോ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടിയുണ്ട്. 40% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പ്രൈസിൽ. അപ്പോൾ ഞാനിവിടെ കോൺടാക്റ്റുള്ള നമ്പർ കൊടുക്കാം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ID ഒക്കെ കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓൾ ഓവർ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളത്. അതിൽ എനിക്ക് ഒരേ ഒരു ഉത്തരം പറയാനുള്ളൂ. ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ എങ്ങനെ ഹാപ്പി ആയിരിക്കണമെന്ന് നിങ്ങൾ അറിയാണ്ട് പഠിച്ചു പോകുന്നില്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു വർക്കിംഗ് വുമൺ ഹൗസ് വൈഫ്, വർക്കിംഗ് ലേഡി ഹൗസ് വൈഫ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നില്ലേ. അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നില്ലേ. അത് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കെങ്കിലും തോന്നില്ലേ അവരുടെ വൈഫുമാർ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അല്ലേ. ജോലിക്ക് പോകുന്ന എത്രയോ ലേഡീസ് ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളും നോക്കി പുറത്തത്തെ കാര്യങ്ങളും നോക്കി അത്രയും ബുദ്ധിമുട്ടുന്നവർ, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മളൊരു വ്ളോഗർ എന്ന രീതിയിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. നമ്മൾ ഓരോ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാ. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനിപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുന്നില്ല. റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞ് എന്താ പറയുക ക്ലീനിങ് എന്തെങ്കിലും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട്
ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കുട്ടികൾ നമ്മൾ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ടാക്കുക. ചോറും കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ നിസ്കാരവും കാര്യങ്ങളും കുളിന്നാനും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും വൈകുന്നേരത്തെ ചായൻ്റെ പരിപാടി, പിന്നെ ഡിന്നർ പരിപാടി, അതിനിടയ്ക്ക് ഗസ്റ്റുകൾ വന്നാൽ അത്. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ദിവസം മുഴുവൻ അങ്ങോട്ട് പോവുക. നമുക്ക് പുറത്ത് പോകാൻ നേരമില്ല, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നേരമില്ല. അങ്ങനെ ഒരുപാട് പണികൾ കിടപ്പല്ലേ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് വൈഫ്, മദർ അങ്ങനത്തെ സ്ഥാനങ്ങളിലെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ജോലിക്ക് പോകുന്ന ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല, ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് ഇന്ന് കിച്ചണ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഫുഡ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനും കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറേ ദിവസമായി കണ്ടിട്ട്. പിന്നെന്താ, ഉമ്മ അവിടെ ഏതോ ഒരു പഴയൊരു പാത്രം എടുത്തിട്ട് കഴുകുകയാണ് ഞാനവിടെ പണി ചെയ്യുന്ന സമയം കൊണ്ട്. ഉമ്മക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഞാനവിടെ ഇൻഡോർ പ്ലാന്റ്സിനായിട്ട് ചെടി റെഡിയാക്കുകയാണ് കേട്ടോ. എനിക്കെന്താണെങ്കിൽ ഐഷാസ് കാർട്ടിലും പോകാനുണ്ട്. കുറേ പ്രോഡക്റ്റ്സ് അവിടെ വന്നിട്ടുണ്ട്, അതൊക്കെ അവിടെ പെൻഡിങ് എടുക്കുകയാണ്. ഒരു മാസത്തിന് മേലെ ഞാൻ ഐഷാസ് കാർട്ടിൽ പോയിട്ട്. അപ്പം നമ്മുടെ സ്ഥാപനമല്ലേ, അപ്പോൾ അതിന് പോകാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. കാരണം ഇവിടുന്ന് വീട്ടിൽ നിന്ന് മക്കളെയും ഉമ്മാനെയും എല്ലാവരും ഒന്ന് അങ്ങോട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ക്ലോസ് ആവുന്ന സമയമാവും. പിന്നെ ഇൻഷാല്ല രാവിലെ പോയിട്ട് ഒക്കെ സെറ്റാക്കാനുള്ള ഒന്ന് പ്ലാൻ ആക്കി വരണം ഇൻഷാല്ല. അതിനുള്ള ഒരു സെറ്റിങ് ഉണ്ടാക്കണം. ഒരു വർക്കിംഗ് വുമൺ ആക്കി, മീൻസ് ഒരു വർക്കിംഗ് ലേഡി എങ്ങനെയാണോ റെഡിയാക്കി പോകുന്നത്, രാവിലെ റെഡിയാക്കി അങ്ങനെ റെഡിയാക്കി പോകേണ്ട സിറ്റുവേഷൻ ആവുന്നുണ്ട് ഇൻഷാല്ല. കാരണം അത് എന്തായാലും ജോലിക്ക് പോകുന്ന ലേഡീസിന് അറിയുന്നുണ്ടാവുള്ളൂ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ അല്ലേ. അവർക്ക് വീട്ടിലെ കാര്യങ്ങളും നോക്കാനുണ്ടാവും, പുറത്ത് ജോലിക്ക് പോകാനുണ്ടാവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലാത്തവർക്ക് സിമ്പിളാണ്, എന്താ പോയി വരാൻ, അത്രയല്ലേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ ഇനിയിപ്പം ഇൻഡോർ പ്ലാന്റ്സ് എനിക്കാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്താലേ എനിക്ക് സമാധാനമുള്ളൂ. വേറെ ആരെങ്കിലും വെച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. പക്ഷേ ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. കാരണം എല്ലാം കൂടി എനിക്ക് മാനേജബിൾ ആവുന്നില്ല. ഒരു ദിവസം തികയാത്തൊരവസ്ഥയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്, പക്ഷേ ഒന്നും തികയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എന്തായാലും എല്ലാം ശരിയായിക്കോളും, അത്രയേ ഉള്ളൂ. നമ്മൾ അത്രയും ബിസി ആകുമ്പോഴെന്താണെന്നറിയോ ഗുണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള സമയം കിട്ടാതിരിക്കുമ്പോഴെന്താ, നമ്മളെപ്പോഴും ഹാപ്പി ആവും. കുറച്ചൊരു എന്താ പറയുക, ബിസി ആവും, പക്ഷെ അതിൻ്റെ കൂടെ ഹാപ്പിനെസ്സും കൂടി ഉണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്ന് ആലോചിച്ചിട്ട് അവരെ പറ്റി ആലോചിക്കും. ഇവരത് ചെയ്തില്ലേ, അവരത് ചെയ്തില്ലേ, അവർ അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് പറയാം, അങ്ങോട്ട് കൊളത്തി ഇങ്ങോട്ട് കൊളത്തി പരദൂഷണം പറഞ്ഞ്. അതിനൊന്നും നമുക്ക് സമയമില്ലാഞ്ഞാൽ എന്താ സുഖം, നമുക്ക് നല്ലതുമാണ്. പിന്നെന്താ, നമുക്ക് സ്ട്രെസ്സ് കുറയും അങ്ങനെ ആകുമ്പോൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഏകദേശം ഇപ്പോൾ ഇന്ന് റോസ് വണ്ണിക്ക് കൂടുതലും ചെടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് സഹായിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി, പിന്നെ വിചാരിച്ച് ഇനിയിപ്പം വീണ്ടും ഇതേപോലെ മെനക്കെടണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുക. ചെടികൾ ഉള്ളത് മുഴുവനും ചെയ്ത് വെക്കാം, ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. അതായത് ഇനി പുതിയ ചെടികൾ വരുമ്പോൾ അപ്പം ചെയ്യാമെന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേയൊക്കെ ഞാൻ UAE നിന്ന് കൊണ്ടുവന്ന ചെടിച്ചട്ടികളാണ് കേട്ടോ. കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചെടികളൊക്കെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അങ്ങനെ ഓരോന്നും വെക്കുകയാണ്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് വീടിൻ്റെ അകത്ത് വെക്കുന്നതിൽ എനിക്ക് റൂമിലൊക്കെ വെക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ എന്താ, മണ്ണിൻ്റെ അകത്ത് ഒരുപാട്, ഇപ്പോൾ തന്നെ ഒരു കരിക്കുന്നതിന് ഇതിൻ്റെ ഈ മണ്ണിൽ നിന്ന് എണീറ്റ് പോയി. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ അന്നത്തെ ആ ഷോക്ക് ഉണ്ടല്ലോ, എൻ്റെ ദേഹത്തുനിന്ന് കടിച്ച്, ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് കരിക്കുന്നതിനെ കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. അപ്പോൾ ഇതിന് പോയപ്പോൾ ഞാനിങ്ങനെ ശരിക്കും വിചാരിച്ചു, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കുമ്പോൾ എത്ര പൂരം പ്രാണികൾ വരും. അപ്പോൾ വെറുതെ എന്തിനാണ് ഈ പ്രാണികളിങ്ങനെ വീടിനകത്തേക്ക് ആക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രക്കും എനിക്ക് പച്ചപ്പ് വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് അകത്ത് വെക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ, ഈ കരിക്കുന്ന എന്തിനാ അകത്തുനിന്ന് പോയത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അകത്ത് വെക്കണ്ട, പുറത്തുതന്നെ വെക്കാം, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു ഷോക്ക് തന്നെ ഇപ്പം മാറിയിട്ടില്ല എപ്പോഴും. അതുപോലെ കുറേ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഗ്രോ ബാഗ്സിൽ റെഡിയാക്കണം. അതിന് നമ്മളെ പറമ്പ് ഒന്ന് സെറ്റാക്കാനുണ്ട്. പറമ്പ് സെറ്റാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, അവിടെയുള്ള വേസ്റ്റുകൾ നമ്മൾ
വീടുണ്ടാക്കിയതിന് ശേഷമുള്ള ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതിനാളെ കിട്ടിയിട്ടില്ല. ഇനിയും നമ്മൾ വീട്ടിലെ കുറേ പണികൾ വീണ്ടും ബാക്കിയാണ്. നമ്മൾ മൊത്തം ഡീപ്പ് ക്ലീനിങ്ങിന് 2 ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർ വരും, അതിൻ്റെ ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പോഴും പണികൾ ഫുള്ള് തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ കുറവും ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാത്തത് നല്ലത്. എല്ലാം വഴിക്ക് വരട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ UAE സ്റ്റാൻഡ് കേട്ടോ അത്. അപ്പം ഇതാണ് നമ്മൾ അവിടുത്തെ കൊടുക്കുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ അതിലാണ് സാധനം വെച്ചിട്ടുള്ളത്. പുറത്തേക്കാക്കി കേട്ടോ. ആദ്യം അകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ പുറത്തേക്കാക്കി. കോപ്പിട്ടാ നോക്കട്ടെ ഏതൊരു ചെക്കനെ. പപ്പ തൊപ്പിട്, വെയിലല്ലേ. പപ്പാക്ക് മാത്രമേ വെയിലുള്ളൂ, നമുക്കൊന്നും വെയിലുള്ളൂല. സൈക്കിളിനെ കൊണ്ടുപോകാൻ പറ്റില്ല, സൈക്കിൾക്ക് സങ്കടമാവും. സൈക്കിളിനെ കൊണ്ടുപോകാൻ പറ്റില്ല. പോയ ഇന്ന് റൂയി വരണ്ട. അപ്പൊ ഞങ്ങളോട് ഇരിക്കൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ബാക്കില്ല. ഇന്ന് ചോറും കൂടി ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ 2 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രയും നേരം നമ്മളിവിടെ തന്നെ ഓരോ ചുറ്റുപാടുകളായിട്ട് നടന്നു. അപ്പോൾ ചോറും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇറങ്ങലുണ്ടാവില്ല, വൈകുന്നേരമായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് പണികളൊന്നും നടക്കില്ല. അപ്പോൾ നേരെ നമ്മൾ ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ ഉമ്മാനാക്കി കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ നേരെ പിന്നെ ഐഷാദ് കാട്ടിൽ പോകണം. പിന്നെ മക്കൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ നാത്തൂൻ്റെ വീട്ടിലെത്തി നാത്തൂനെ ഉമ്മാനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. നാത്തൂൻ്റെ വീട്ടിൽ ഉമ്മാനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഇതാ നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ കുറേ ദിവസമായല്ലോ എല്ലാവരും കണ്ടിട്ട്. മറ്റേ ഫ്ലാറ്റിലാകുമ്പോൾ നമ്മൾ അടുത്തടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇന്നും അനിയത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ്. ഞാൻ പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞവളോട് ഇന്ന് വരുന്നുണ്ട് എന്നുള്ളത്. അനിയത്തി ഇവിടെ ഉണ്ട്. അനിയത്തി ഇടയ്ക്ക് അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകും, പിന്നെ അവിടെ നിന്ന് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെന്താ, അപ്പം ചോറ്, മാമ്പഴ പുളിശ്ശേരി, ചിക്കൻ വരട്ടിയത്, പപ്പടം, പിന്നെ മീൻ മുളകിട്ടത്, മീൻ ഫ്രൈ, കൊണ്ടാട്ട മുളക്, മോര്, ഇതൊക്കെയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസാണ് കേട്ടോ. നല്ലൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, മാംഗോ സാഗോ. അതും അനിയത്തി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അനിയത്തി ഇപ്പോൾ ഞാൻ കാരണം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.